ഒരേ സമയം NCERT ഒഴിവാക്കുകയും എന്നാൽ SCERT ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ പോവർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന +1 4ാമത്തെ ചാപ്റ്റർ. ഇന്ത്യൻ എക്കോണമി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിന് 6 മാർക്ക് മുതൽ 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻസ് വരെ വരാവുന്ന ചോദ്യമാണ്. പക്ഷെ അവിടുന്ന് 1 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ എങ്ങനെ ഇരിക്കും? ആ ചോദ്യമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: വെൻ എ പേഴ്സൺ ഡു നോട്ട് ഗെറ്റ് ഡാഷ് യൂണിറ്റ് ഓഫ് കലോറി പെർ ഡേ ഇൻ റൂറൽ ഏരിയ. നോക്കണേ, ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഇത്ര കലോറി, എത്രയാണ് ആ കലോറി എന്ന് നമ്മളോട് ചോദിച്ചിരുന്നത്. ആ പറഞ്ഞ കലോറിയുടെ അളവ് നമുക്കറിയാം എത്രയാണ്? 2100 അല്ല, 2200 അല്ല, 300 അല്ല, പിന്നെ എത്രയാണ്? 2400 കലോറി ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ആരാണ്? ദരിദ്രനാണ് നമ്മൾ പറയും. എന്നാൽ നേരെ മറിച്ച് നഗരത്തിലാണെങ്കിൽ എന്താണ്? നമുക്കറിയാം അർബൻ ഏരിയാസിലാണെങ്കിൽ 2100 മതി. എന്നാൽ റൂറൽ ഏരിയാസിലാണെങ്കിൽ എത്ര വേണം? 2400 കലോറി വേണം. നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പഠിച്ചിരിക്കാം. ഇനി അതേപോലെ രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ തെറ്റായിട്ടുള്ള ഒരാളുടെ, അതായത് ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, പെൻഷൻ. ഓക്കെ, ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ നാവിലേക്ക് ഉത്തരത്തിണ്ടാവും. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, പിന്നെ ഉള്ളത് പെൻഷൻ എന്നാണല്ലേ. അപ്പോൾ ഉത്തരം ഏത് വരിക? പെൻഷൻ ഒഴികെ ബാക്കി 3 ആൾക്കാരും ഒരാളുടെ കുടുംബക്കാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരനാണ്. ആരാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ആ 5ാമത്തെ ഇന്ത്യൻ എക്കോണമി ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് ഈ പറഞ്ഞത്. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സുകൾ 5 എണ്ണം ഉണ്ട്. അതിൽ 3 ആൾക്കാരാണ്. ആദ്യം തന്ന 3 എണ്ണം വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം. ഇനി ബാക്കി 2 പേരുണ്ട് അല്ലേ, ഞാൻ പറഞ്ഞുതരാൻ നോക്കിക്കോളൂ. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, ഹെൽത്ത്, പിന്നെ പറഞ്ഞ ജോബ് ട്രെയിനിങ് അല്ലേ. ബാക്കി വരുന്ന 2 പേരാണ് മൈഗ്രേഷനും ഇൻഫർമേഷനും, അഥവാ കുടിയേറ്റവും വിവരങ്ങളുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണേ. നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണുന്നേരം ഇറ്റ്സ് മീ സൽസബിൻ. ബൈ.